കെ.സി. വേണുഗോപാൽ കളമൊഴിഞ്ഞതോടെ പകരക്കാരനില്ലാത്ത വിധത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ ഉയർന്നു വന്നിരിക്കുകയാണ്. ഏറെ വൈകാതെ തരൂർ തന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള കാമ്പയിനും ആരംഭിക്കും. ആന്റണി രാജു MLA ആയിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ തരൂരിന് മത്സരിച്ച് അനായാസം ജയിക്കാനും കഴിയുമെന്ന് തീർച്ച. വട്ടിയൂർക്കാവിലേക്ക് മുരളീധരൻ വരുന്നതോടെ തിരുവനന്തപുരം വീണ്ടും തിരിച്ചുപിടിക്കാൻ UDFന് കഴിയും. ചുരുക്കി പറഞ്ഞാൽ അടുത്ത കേരള മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ സാഹചര്യവും ശശി തരൂരിന് തെളിഞ്ഞു വന്നിരിക്കുന്നു. പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ഭരിച്ചു മുടിപ്പിച്ച കേരളത്തെ തരൂരിന്റെ നവീന ആശയങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസമാണ് സാധാരണ മനുഷ്യർക്കുള്ളത്. ആഭ്യന്തര വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യാതെ മോദി ചെയ്യുന്നത് പോലെ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തിൽ കേന്ദ്രീകരിച്ച് തരൂർ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ കടലിൽ മുങ്ങാറായിരിക്കുന്ന കേരളം രക്ഷപ്പെട്ടെന്നും വരാം. തന്റെ അമ്മായിയച്ഛൻ ഒരുക്കി വെച്ച വഴികളിലൂടെ സുഗമമായി പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും സുപ്രധാനമായ മന്ത്രി പദവിയിലേക്കും എത്തിയ മുഹമ്മദ് റിയാസിന് ഇത് നിരാശയുടെ വാർത്തയാണ്. പിണറായിക്ക് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്ന മുഹമ്മദ് റിയാസിന് നിരാശയോടെ അണിയറയിലേക്ക് പിൻവാങ്ങാം.